നമ്മുടെ ഡയറക്ടർ ശ്രീ S.U. അരുൺകുമാർ, ശ്രീ S.J. സൂര്യ, സുരാജ് വെഞ്ചാറമൂട്, ദുഷ്ണ വിജയൻ, എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വീര ധീര ശൂരൻ ഈ മാസം 27-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. HR പിക്ചേഴ്സ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. നമ്മളുടെ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് വളരെ ക്യാഷ് ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ്. സോ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് നമ്മുടെ ക്യാപ്റ്റൻ വീരധീര ശൂരൻ പാർട്ട് 2-ന്റെ ക്യാപ്റ്റൻ ശ്രീ S.U. അരുൺകുമാർ സാർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു സിനിമയെ കുറിച്ച്. எல்லாருக்கும் வணக்கம். எங்கள் படம் வீரதீர சூரன் பார்ட் 2 அது 27th of March தியேட்டர்ஸில் ரிலீஸ் ஆகுது. விக்ரம் சார் கூட நான் வேலை பார்க்குற ஃபஸ்ட் படம். அது எனக்கு எப்படி இருந்ததுன்னா, இந்த படம் வந்து ஏதோ நாங்கள் 2 பேரும் ஒரு 10 படம் சேர்ந்து வேலை பார்த்து அதுக்கப்புறம் பண்ண ஃபீலில் தான் இந்த படம் எனக்கு இருந்தது. ஏன்னா அவ்வளோ கம்ஃபர்டபுளாக இந்த செட் இருந்தது. ஏன்னா விக்ரம் சார், S.J. சூர்யா சார், இவங்க 2 பேரும், S.J. சார்லாம் ஒரு படத்தில் இருக்காருனாலே அந்த படம் வந்து ரொம்ப பாசிட்டிவாக இருக்குது அப்படின்றது தான் டாக். ஸோ இவ்வளோ சீனியரான ஸ்டார்ஸ் முன்னாடி என்னோட படத்தை என்ன சுதந்திரமாக எடுக்க விட்டதுக்கு ஃபஸ்ட் தேங்க்யூ ஸோ மச் சார். அண்ட் சுராஜ் சார், ஐம் a great fan of his work. அண்ட் ஐ எம் கிளாட் அவரோட தமிழில் ஃபஸ்ட்டு படம் நான் டைரக்ட் பண்ணுறேன்றது எனக்கு ரொம்ப மகிழ்ச்சி. அண்ட் ஒர்க்கிங் வித் துஷாரா இஸ் ஆல்வேஸ் அ செரிஷபிள் திங் ஃபார் மீ. ஏன்னா டிரெக்டரோட விஷனை அப்படியே எடுத்துகிட்டு போய் ப்ரெசென்ட் பண்ணுறதுக்கான முயற்சியில் எப்போவுமே இருப்பாங்க. லைக் ஓகேவா இல்லைன்னா அந்த டேக் எவ்வளோ போனாலும், எவ்வளோ கஷ்டமானதாக இருந்தாலும் அதை கொடுக்கறதுக்கு 100% கன்விஷனோட கொடுக்கக்கூடிய ஒரு ஆர்டிஸ்ட். தேங்க்யூ துஷாரா. அண்ட் ஐ ரியலி வாண்ட் டு தேங்க் மை ப்ரொடியூசர் ஃபார் திஸ், பிகாஸ் அவர் ட்ரஸ்ட் பண்ணது தான் இன்றைக்கி இந்த படம் இவ்வளோ பெருசாக வந்திருக்கு. இந்த படம் உங்கள் எல்லாருக்கும் பிடிக்கும் நான் நம்புகிறேன். இது ஒரு ரியலிஸ்டிக்கான ஒரு மெயின் ஸ்ட்ரீம் கமர்ஷியல் ஃபிலிம். இட்ஸ் அன் ஆக்ஷன் த்ரில்லர். இட்ஸ் அன் என்கேஜிங் ஃபிலிம் டூ. ஸோ ஐ ஹோப் இது உங்களையும் തൃപ്തിപ്പെടുത്തും നമ്പുറേൻ. താങ്ക് യു സോ മച്ച്. നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കേരളത്തിന്റെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ചിയാൻ വിക്രം സർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത്ര ക്യാമറാസ് വിചാരിച്ചിട്ടില്ല. കുറച്ച് ടെൻഷനായി തന്നെ. വളരെ സന്തോഷം. എപ്പോഴും പോലെ കേരളത്തിൽ വരുമ്പോൾ ഈ പടം ചിത്ര എല്ലാം പറയും റോ റസ്റ്റിക് ഫിലിം. പക്ഷേ അവർ 2 ടൈപ്സ് ഓഫ് മൂവീസ് ചെയ്യും. 2 രീതിയിൽ. ഒരു സേതുപതി പോലെ ഒരു ഭയങ്കര കമേഴ്ഷ്യലായിട്ട് ചെയ്യും. പിന്നെ ചിത്ത പോലെ, ചിത്ത നിങ്ങളെല്ലാം കണ്ടിരുന്നു, ഒരു വെരി സീരിയസ്, വെരി ഡീപ്പ്, വെരി മൂവിങ്, ഹാർട്ട് ഫെൽ, സെൻസിറ്റീവ് ടോപ്പിക് ഉള്ള ഒരു ചിത്രം ചെയ്യാൻ പറ്റും. ഹീസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ. സോ അവർ ഈ പടത്തിൽ 2ഉം കമ്പൈൻ ചെയ്തിട്ട് ഒരു റോ റസ്റ്റിക് ഫീൽ, അതിൽ വളരെ മാസ്സായിട്ട് ഒരു വി ഹവ് ട്രൈഡ് ചെറുതായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഗ്രാമർ ഇതും ഒന്നും ഇല്ലാത്ത ലൈക്ക് ഓപ്പണിങ്ങും ഹീറോ ഇൻട്രൊഡക്ഷൻ, സോങ്സ്, ഫസ്റ്റ് സോങ്, പിന്നെ സീന്, പിന്നെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ഇൻ്റർവൽ ബ്ലോക്ക്, പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ക്ലൈമാക്സ്, അങ്ങനെയല്ല. ഇതൊരു മാറ്റി വേറെ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ആൻ അമേസിങ് എക്സ്പീരിയൻസ് അത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ. സോ എനിവൺ തിയേറ്ററിൽ വരുമ്പോൾ എക്സ്പെക്ട് സംതിങ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഡെഫിനറ്റായിട്ട് ഐ എം ഷുവർ ഞങ്ങൾ ഇറ്റ് ഇംപ്രസ്ഡ് ഓൾ ഓഫ് us when we working. ഞങ്ങൾക്കും അങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഈ പടത്തിൽ നോർമലായിട്ട് എല്ലാവരും പെർഫോമേഴ്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കീപ്പ് എ ടീം ടുഗദർ. എല്ലാവരും ഈ പടത്തിൽ എല്ലാം ചെറിയ എന്നോട് മോണിൽ എല്ലാം S.J. സൂര്യ സാർ ഇപ്പം എല്ലാവരും ഗ്രേറ്റ് പെർഫോമൻസ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അവരോട് അഭിനയിക്കുമ്പോൾ. ബട്ട് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ എന്തിനാ പെർഫോമൻസിന് ചോദിച്ചാൽ ഇത് ഒവ്വൊരു സീനിലും
വളരെ മൈന്യൂട്ട് സട്ടിലായിട്ട് ചില വിഷയങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡയറക്ടർ. ആൻഡ് അത് പടം കാണുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഞാൻ ചെന്നൈയിലുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു മലയാളം പടം കാണുമ്പോൾ ഒരു ബ്രീതിങ് സ്പേസ് ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചിന്ന ബ്രീതിങ് സ്പേസ് ഉണ്ടാകും. ഒരു ഡയലോഗും മറ്റു ഡയലോഗും അടുത്ത് നോർമലായിട്ട് അത് തമിഴിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകും. ഇതിൽ നമ്മൾ കുറേ ബ്രീതിങ് സ്പേസ് തന്നിട്ട് എക്സ്പ്രഷൻസ്ക്ക് വേണ്ടിയോ ഇമോഷൻക്ക് വേണ്ടിയോ ഫൈറ്റ്സ് സോങ് സീൻസ് എല്ലാത്തിലും ഇന്റർവ്യൂ ഓഫ് ക്ലൈമാക്സ് എല്ലാത്തിലും ഒരു ഇമോഷൻ കോണ്ടന്റ് ഉണ്ട് ഈ പടത്തിൽ. ആൻഡ് ഇതിൽ ഐ ഹാഡ് ദ പ്ലെഷർ ഓഫ് വർക്കിംഗ് വിത്ത് SJ. ഐ എം ഹ്യൂജ് ഫാൻ. അവർ സംവിധായകനായിട്ട് ഉണ്ടാകുമ്പോൾ എനിക്ക് ഖുഷി വാലി എല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ എത്തിപ്പോയി. അങ്ങനെ ഒരു ഡയറക്ടർ അഭിനയിച്ച് നല്ല നടനായി മാറി. പിന്നെ ഇതാണ് ആദ്യത്തെ പ്രാവശ്യം അവരോട് ഞാൻ അഭിനയിക്കുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് തുഷാര എൻ്റെ പേര് ഇതിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു വയലൻറ്റ് അങ്ങനെ ഒരു ഫിലിമിൽ ഒരു പെണ്ണിക്ക് സ്ഥലമുണ്ടോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക് മൈലീഷ് സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും. ബിക്കോസ് ഇതിൽ അവർക്കൊരു വലിയ വളരെ സ്ട്രോങ് ക്യാരക്ടർ ചിത്ര എപ്പോഴും അവരുടെ ഫിലിംസിലെ ലേഡീസ് വിമൻ ക്യാരക്ടർക്ക് ഒരു വളരെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു ഡെപ്ത് ഉണ്ടാവും. സോ ഇതിൽ എല്ലാം ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയ ഫോട്ടോ ഡയലോഗ് വേണ്ട, വേറെ ഏത് വേണം, മ്യൂസിക് വേണ്ട, ഒന്നാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രേമം ഒരു സ്നേഹം മോർ കെയറിങ് തന്നെ എനിക്ക് അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അവർ വളരെ നന്നായിട്ട് ചെയ്തു. ഈസ് ലൈക്ക് എൻ ആർട്ടിസ്റ്റ്. താങ്ക് യു അരുൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് അസ് ടു യുവർ പെയിൻറ്റിങ്. വളരെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു. ഇതിൽ സുരാജ് ഐ നോ ഞങ്ങൾ എല്ലാവർക്കും സുരാജെന്ന് പറയുമ്പോൾ യു ഓൾ നോ ഹിം. അവർ മൾട്ടി ടാലൻറ്റഡ് മൾട്ടി ഫാസറ്റഡ്. ഞങ്ങളൊരു തമിഴിലൊരു ഇൻ്റർവ്യൂ ചെയ്തു. ആദ്യം സുരാജ് പറയുമ്പോൾ എനിക്ക് ആദ്യം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും. ബട്ട് ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു വാക്ക് മനസ്സിലാത്ത ഓക്കെ എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അവർ ഷൂട്ടിങ്ങിലാണ് കുറച്ച് മെല്ലെ യുനോ മനസ്സിലായി. സോ അങ്ങനെ കൊണ്ടാണ് ആള് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് തമിഴില് ഫുൾ ഡയലോഗ്സും ഫുൾ കോമഡി ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളെല്ലാം ഓഡിയൻസാണ് മാറി. അങ്ങനെ ജസ്റ്റ് ഫോർ എൻ ഇന്റർവ്യൂ. അതുപോലെ മിമിക്രി, പിന്നെ ഇപ്പോൾ ഓഡിയോ ലോഞ്ചിൽ ബീറ്റ് ബോക്സിങ് ചെയ്തു. ഐ വാസ് ലൈക്ക് സ്റ്റൺ. ഇപ്പം എനിക്ക് പേടി നിങ്ങൾ നെക്സ്റ്റ് ഡാൻസ് പിന്നെ ആക്രോബാറ്റിക്സ് ചെയ്യും എന്ത് ചെയ്യും. മിമിക്രി എല്ലാവർക്കും അറിയും അവരെങ്ങനെ അങ്ങനെ ചെയ്യുന്നു. ആൻഡ് ബട്ട് പെർഫോമൻസ് വൈസ് ഒരു മുതൽ എനിക്കറിയാം. ഞാൻ മലയാളത്തിൽ സിനിമയ്ക്ക് വരുമ്പോൾ എനിക്ക് ഒരു വാക്ക് എനിക്ക് വിവാഹം കഴിയുമ്പോൾ ആദ്യത്തെ വാക്ക് മതി. ബിക്കോസ് എല്ലാവരും ഭക്ഷണം വരുമ്പോൾ അത്രയും അപ്പോൾ മതി അത് മാത്രം ഞാൻ അപ്പോൾ പഠിച്ചു. അതിന് മുമ്പ് എനിക്ക് ഒന്നും അറിയത്തില്ല. സോ അപ്പോൾ എനിക്ക് ഒരു ഡയലോഗ് ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരു ലാംഗ്വേജിൽ വന്നൊരു ഡയലോഗ് പറയുമ്പോൾ എത്ര ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ട്. അവർ ആദ്യത്തെ സീൻ ഒരു 16 minute ഷോർട്ടാണ്. ഫുൾ ഡയലോഗ്സ് അയാളാണ്. ബട്ട് ഹി ഡിഡ് ഇറ്റ് സോ വെൽ. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വളരെ ഭയങ്കര ഡെപ്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടർ. ഇത് ഇറ്റ്സ് നോട്ട് ഒരു നോർമലായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രേഷ്യൻസ് ഉള്ള ക്യാരക്ടർ അങ്ങനെയില്ല. ഇയാൾക്കും ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല. ഐ തിങ്ക് വി ആർ ഓൾ ഗ്രേറ്റ്. ഇവർ മാത്രം ഫാമിലി ലവ് ഹസ്ബൻഡ് അത് ഭർത്ത அதுக்கு മാത്രം ഇവർ മാത്രം ടോട്ടലി പ്യുവർ. ഞങ്ങളെല്ലാവരും വി മേ ബി ഗ്രേറ്റ്. പക്ഷേ ഞങ്ങളെല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എനിക്കൊരു ആവശ്യമില്ല, ഇവർക്കൊരു ആവശ്യമില്ല, അവർക്കൊരു ആവശ്യമില്ല. സോ അതാണ് സ്റ്റോറി. അതിലെ ഗ്രേ ഷെയ്ഡ്സും കാണിച്ചിട്ട് പിന്നെ അതിലെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതിലെ ദേഷ്യം എല്ലാം സുരാജ് ഞാൻ അവരോട് എല്ലാം പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് അപ്പോഴും തന്നെ ഐ വാച്ച് എവറി ഫിലിം ഓഫ് ഹിസ്. വെരി സൂപ്പർ ടാലന്റഡ് ആക്ടർ. താങ്ക് യു സുരാജ് ഫോർ ബീങ് ഇൻ അവർ ഫിലിം. സച്ച് എൻ ഓണർ. നന്നായിട്ട് ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ബിക്കോസ് ഐ സീൻ സം റിയലി ഗുഡ് ആക്ടേഴ്സ് ഹിന്ദിയിൽ നിന്ന് വന്നിട്ട് വളരെ നന്നായിട്ട് അഭിനയിക്കും. പക്ഷേ ഡയലോഗ്സ് കിട്ടുമ്പോൾ ഡയലോഗ്സ് പറഞ്ഞാൽ മതി. അത് ചുമ്മാ ലൈക്ക് ദേ ജസ്റ്റ് ലേൺ ഇറ്റ് പഠിച്ചിട്ട് പിന്നെ വന്നിട്ട് വെറുതെ പറഞ്ഞിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. സുരാജ് അങ്ങനെ പഠിച്ച് AIOU അതെല്ലാം പറയും, പക്ഷെ നന്നായിട്ട് പറയും. സോ സുരാജ് വാസ് സംബഡി ഹു റിയലി ട്രൈഡ് ആൻഡ് ഹ്യൂജ് പ്ലസ് പോയിന്റ്. പിന്നെ ഇവർ മാത്രമല്ല മാലാ പാർവതി ഉണ്ട് ഈ പടത്തിൽ. അവരും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്തു. വളരെ നന്നായിട്ട് ക്യാരക്ടർ വന്നു. അതുപോലെ പൃഥ്വി ഉണ്ട്. ലൈക്ക് കുറേ ആൾക്കാരുണ്ട് ഇതിൽ. ബട്ട് ഓൾ ഓഫ് ദം ആർ പെർഫോമേഴ്സ്. ദിസ് ഓൾ ഐ വാണ്ട് ടു സേ. ബട്ട് എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ഇപ്പോൾ OTT വന്ന ശേഷം എല്ലാ മലയാള പടങ്ങളും കാണും. അതിൽ റീസെൻ്റ് ആയിട്ട് രേഖാചിത്രം പിന്നെ
പൊന്മാൻ, പിന്നെ മാർക്കോ, ലൈക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്ത്യ സിനിമയിലെ ഇല്ല. കില്ല് കുറച്ച് വരും, ബട്ട് ഉണ്ണി കലക്കി. ഞാൻ മല്ലികാപ്പുറം കണ്ടിട്ട് അത്ര ശാന്തമായിട്ട് അത്ര സ്വീറ്റായിട്ട് ഒരു ആൾ ഇവിടെ വന്നിട്ട് ഇത്ര ബ്രൂട്ടലായിട്ട് ഒരു ബീസ്റ്റായിട്ട് ചെയ്തു. ഐ റിയലി ലവ് ദാറ്റ് ഫിലിം. സോ അതുപോലെ ആവേശം, പിന്നെ every movie that has come out now recently, എല്ലാം മലയാള സിനിമ ഇസ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ഗ്രോൺ സോ വെൽ. നിങ്ങളുടെ കോണ്ടന്റ് ബേസ്ഡ് സിനിമ ഇസ് ഫാന്റാസ്റ്റിക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ OTT ഇത് പാൻ ഇന്ത്യ സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു മിന്നൽ മുരളി പാൻ ഇന്ത്യയിൽ വന്നു, ബട്ട് ഒരു OTT പ്രോഡക്റ്റാണ് വരുന്നത്. പക്ഷേ ഒരു KGF, ഒരു ചെറിയ ഇൻഡസ്ട്രിയിലിருந்து KGF വന്നു, പിന്നെ കാന്താര വന്നു, ബാഹുബലി വന്നു, തെലുഗുല് ബാഹുബലി, RRR മറ്റെല്ലാം വന്നു. തമിഴ് വി ഹാവ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. മലയാള സിനിമയിലെ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് നല്ല കോണ്ടന്റ് ബേസുള്ള പടം ചെയ്യുമ്പോൾ ഇപ്പോൾ എംപുരാൻ ഇസ് കമ്മിങ്, വിച്ച് ഇസ് എ പാൻ ഇന്ത്യ ഫിലിം. ഐ എം ഷുവർ അത് വന്ന് ഒരു ഐ വാണ്ട് ഇറ്റ് ടു ബി എ ബിഗ് ഫിലിം, ബിക്കോസ് ഞാനും ഐ നോ എവറി മലയാളി വാണ്ട്സ് ദാറ്റ് ഫിലിം ടു ബി എ ഹ്യൂജ് ഫിലിം. ആൻഡ് അതിൽ ലാലേട്ടൻ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് അത് മാത്രം കാര്യമില്ല. പൃഥ്വി ഈസ് ഓൾസോ വെരി ഗുഡ് ഫ്രണ്ട്. എനിക്ക് എപ്പോഴും ഒരു നടൻ, ലൈക്ക് നോട്ട് ലൈക്ക് ഡയറക്ടർ വന്നിട്ട് നടനാകുമ്പോൾ വേറെ അത് കുറച്ച് ടെൻഷൻ, ബട്ട് ഒരു നടനായിട്ടിരുന്ന് ലൈക്ക് ധനുഷ് ചെയ്തു, ഇപ്പോൾ പൃഥ്വി ലൂസിഫർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ട് I was pretty shocked. So although Emperor வந்து I see the trailer, it's fantastic, promises to be a great film. I hope it's the first pan India huge film that creates records for Malayalam cinema and really puts it out there. So ആ പടത്തോടെ ഞങ്ങൾ പടവും വരുന്നു. It's a nice feel good emotional different type of a film. രണ്ട് പടവും ഒറ്റ ദിവസത്തിൽ വരുന്നു. So I'm just hoping that Malayalis have always liked content based films. So rendu padam will be received very well, and I'd like to thank you all in advance and the wishes and the blessings, and I love you all. Thank you for eppudum cinema ku vendi enakku vendi neenga support cheyidhu eppudum. It's very close to me. Adu oru manoramana oru vishayam correct. Yeah, thank you, and I love you all. Thank you very much. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ കണ്ടതാണ് മലയാളി ഓഡിയൻസിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് SJ സൂര്യ സാർ പറഞ്ഞത്. ലാംഗ്വേജ് ഏതായിരുന്നാലും തമിഴ് സിനിമയാണെങ്കിൽ പോലും തമിഴിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളത്. മലയാളികളോടൊന്നും സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം SJ സൂര്യ. குட் ஈவினிங் எவ்ரிபடி. ரொம்ப சந்தோஷம் இந்த மூவியோட ப்ரொமோஷன்ஸில் ட்ராண்ட்ரம் வந்து உங்களை எல்லாரையும் சந்திக்கிறதுல ரொம்ப ரொம்ப சந்தோஷம். வீர தீர சூரா மார்ச் 27 ரிலீஸ் ஆகுது. வீர தீர சூரா வந்து ஒரு நல்ல ஒரு கண்டென்ட். ஒரு மார்டின் ஸ்கார்செஸி மேக்கிங் வந்து ஒரு வில்லேஜில் இருந்தால் எப்படி இருக்கும் அந்த மாதிரியான ஒரு மேக்கிங் அந்த டைரக்டர் பண்ணியிருக்கிறாரு ஷாருக் சார். ரொம்ப பேஷனேட் ஃபில்ம் மேக்கர். இந்த படம் வந்து மலையாள லேண்டில் வந்து பார்த்தீங்கன்னா நீங்கள் வந்து ரெண்டு விஷயங்கள் உங்களுக்கு கனெக்ட் ஆகும். ஒன்று, இந்த படத்தோட ப்ரொடியூசர் வந்து ஃப்ரம் ட்ராண்ட்ரம், இந்த சேம் மண்ணிலேருந்து வந்தவர். இன்றைக்கி வந்து ஒரு கார்பரேட் கம்பெனிகள்லாம் ஸ்ட்ரகிள் ஆகி படம் எடுக்கும்பொழுது ஒரு இண்டிவிஜுவல் ப்ரொடியூசர் ஸ்ட்ராங்காக வந்து ஒரு இவ்வளோ பெரிய ஸ்டார் காஸ்டிங் வச்சு ஒரு பிரமாதமான ஒரு படத்துக்கு சப்போர்ட் ஆனது. அந்த படத்தை எடுத்து நீங்கள் ரிலீஸ் ஒன்று டேட்டில் ரிலீஸ் பண்ணி அந்த மாதிரி கொண்டு வந்தது ரொம்ப ரொம்ப ஒரு எஃபிஷியண்ட்டான ஒரு விஷயம். ஒரு மலையாளியாக அவர் வந்து இந்த லேண்ட்லேருந்து வந்து ஒரு தமிழ் படம் பண்ணியிருக்காரு. ஸோ நீங்கள் யூ ஹேவ் டு ஓன் திஸ் ஃபிலிம். என்னென்னா எல்லாருமே பேஷன். அவர் சொல்லும்போது சொல்லுவார் டேரக்டருக்கு என்ன வேணுமோ, ஏன்னா டேரக்டர் ரொம்ப நல்ல விஷயம், டேரக்டருக்கு என்ன வேணுமோ அதை பண்ணி கொடுக்கணும் சார் அப்படின்னு சொல்லி ஒரு 15 நாள் மழையெல்லாம் இருந்தது அந்த ஏரியாவில். அதெல்லாம் எவ்வளோ காஸ்ட் வேஸ்ட் ஆகணும் பரவாயில்ல, அதை பண்ணுங்க அப்படின்னு சொல்லி இட் ஸ்டார்டட் ஃப்ரம் தேர். அவர் தான் வந்து டேரக்டர் சாரை கூப்பிட்டு நாங்கள் ஆஃபீஸ்க்கு வந்து கதையை சொன்னாங்க. டேரக்டர் சார் கதை சொல்லும்போது ஃபர்ஸ்ட் ஹாஃப் சொன்னாங்க, சொல்லிவிட்டு செகண்ட் ஹாஃப் இப்படி தான் சார் ஒர்க் பண்ணணும். நான் ஒர்க் பண்ணிட்டேன், ஐடியா இருக்குது, நான் ஃபுல்லாக டிசைன் பண்ணிவிட்டு அது சொல்கிறேன் அப்படின்னு சொன்னார். ஃபர்ஸ்ட் ஹாஃப் கேட்டோடனே நான் முடிவு பண்ணிட்டேன், இந்த படம் கண்டிப்பாக நம்ம பண்ணுறோம் அப்படின்னு சொல்லி நான் முடிவு பண்ணிட்டேன். ஏன் அப்படின்னு சொன்னால் ஒரு ஜெனியூனான நேரேஷன் அண்ட் ஒரு ஜெனியூனான ஒரு அட்டம், ஒரு டிஃபரன்ஸ் ஃபீல் ஆச்சு, ஒரு இன்ஸ்டிங் சொல்லிச்சு. இந்த டைரக்டர் சூப்பர் டைரக்டராக இதை மிஸ் பண்ணிடாத பார்த்தேன் அப்படின்னு அந்த சொல்லிச்சு. அண்ட் ஒன்னொரு திங், இது யாரோட நம்ம சிஆர் விக்ரம் சாரோட டெஃபினட்டாக
இவ்வளோ பவர் பேக்டு பர்ஃபார்மரோட நம்ம சுராஜ் சார் நேஷ்னல் அவார்டு இருந்தார், 2 பேருமே நேஷ்னல் அவார்டு இருந்தார். இவங்க 2 பேரும் நடுவில் நான் மாட்டிக்கிட்டேன். அந்த மாதிரி ஒரு ஒரு சேலஞ்சிங் பர்ஃபார்மன்ஸ் வரக்கூடிய ஒரு சீக்வன்சஸ் எல்லாம் நிறையா இருந்ததுனால அதை நான் ஒத்துக்கிட்டு அப்போ இந்த டைரக்டர், இப்போ ப்ரொடியூசரை பற்றி சொன்ன மாதிரி இந்த டைரக்டரை பற்றி படத்தை பற்றி சொல்கிறதுக்கு முன்னாடி ஒரு சீக்வன்ஸை நான் கரெக்டாக சொல்லிட்டேன்னா போதும், இந்த படம் எவ்வளோ லவ்வோடு மேக் பண்ணப்பட்டது. எல்லாருமே படத்தை லவ் பண்ணி தான் எடுக்கிறோம். இருந்தாலும் அந்த படம் எவ்வளோ நல்லா லவ்வோடு எடுக்கப்பட்டது அப்படின்னு சொல்லி பார்த்தீங்கன்னா ஒரு ஒரு இம்பார்ட்டன்ட் சீக்வன்ஸ் இந்த படத்தில் இருக்குது. அந்த சீக்வன்ஸ் வந்து பார்த்தீங்கன்னா ஒரு 16 மினிட்ஸ் ஒரு சிங்கிள் ஷாட். இந்த சிங்கிள் ஷாட்டை அச்சீவ் பண்ணுறதுக்கு ஒரு டைரக்டர் போராடுறாரு. ஒரு 10 days அதுக்கு வந்து ஆர்டிஸ்ட் வர்றதுக்கு முன்னாடி அவரோட ரிஹர்சல்ஸ் பண்ணிக்கிட்டார். அசிஸ்டன்ட் டைரக்டர்ஸ் வச்சு ஃபோன் வச்சு நல்ல பெரிய ஒரு 16 ஏக்கர் ஒரு ஃபேக்ட்ரி, அதில் வந்து ரிஹர்சல்லாம் பண்ணிவிட்டு அதுக்கப்புறம் எங்களை வச்சு 3 days வித் லைட்ஸ் அண்ட் கேமரா ஒரு 3 days ரிஹர்சல் பண்ணிட்டு அண்ட் த பர்டிகுலர் டே ஷூட் டே வந்துச்சு. அண்ட் என்னென்னா பயங்கரமான ஒரு இது வந்து 1927 ஃபுல் சிங் ஷாட் 1947 நம்ம ஃபுல் படம் எடுத்திருப்பாங்க. ஆனால் அதோட எஃபர்ட் வந்து இந்த ஒரு ஷாட்டுக்கு அவர் வந்து போடணும்னு சொல்லி முடிவு பண்ணி வித் லவ் அண்ட் கேர் அந்த அதை எடுத்துக்கிட்டே வந்தார். அந்த ஷாட் எடுக்கும்போது வீட்டுக்குள்ளே இருந்து பேசி அப்படியே வந்து ட்ராவல் ஆகி வரும்போது ஒரு 5 minutesல நின்றுடும் ஃபர்ஸ்ட் டே. அப்புறம் ஐயோ சரி திருப்பி எல்லாம் செட் பண்ணுவாங்க. அதெல்லாம் செட் பண்ணி திருப்பி இன்னொரு தடவை ஃபுல்லாக பேசிட்டு வந்து ஒரு 10th minute நின்றுடும். ஐயோ போச்சு, திருப்பி செட் பண்ணுறதுக்கு 1 hour ஆகும். அந்த ஷார்ட்ஸ் எல்லாம் ஃபியூவெல்லாம் ஊற்றி பாம்ஸ் எல்லாம் ரெடி பண்ணி எல்லாம் செட் பண்ணாரு. அது முடிச்சு வந்து இன்னொரு 12th minute அப்படி கேமரா டில்டப் ஆகும்போது ஃபைட்டர்ஸ் அந்த க்ரௌடு ஓடணும், அவங்க ஓடலை. அது முடிஞ்சு போச்சு. அதில் போச்சு. இப்படியாகி ஒரு ஷார்ட் ஃபுல்லாக எடுத்து முடிச்சாங்க. ஃபுல்லாக எடுத்து முடிச்ச உடனே அந்த ஷார்ட் ஃபுல்லாக வந்துருச்சு. 16 minutesம் வந்துருச்சு. ஆனால் அதுக்கப்புறம் பார்த்தீங்கன்னா அதை வந்து திருப்பி அந்த ஷார்ட் எடுத்த ஷார்ட்டை பார்க்கும்போது பார்த்தா 16 minutes கரெக்டாக கோஆர்டினேட் ஆகிடுச்சு. வெளியில் அந்த பிளானிங்கில் ஆர்டிஸ்ட் வர டைமிங் இதெல்லாமே சிங்கில் இல்லாமல் ஒரு மாதிரி கொஞ்சம் ஆஃப், அவருக்கு இந்த மைண்டில் நினச்ச மாதிரி வரல. அப்போ நைட்டு மணி ஆல்மோஸ்ட் 3:30 3:45 இருக்கும். ஏன்னா 5:20 சன்லைட் வந்துடும். அதோட ஷெட்யூல் பேக்கப். ஓகேயா? ஸோ அவர் வந்து தேம்பி அழுதுட்டார். சின்ன குழந்தை, ஒரு குழந்தை எப்படி அழுமோ, ஒரு வீட்டில் ஒரு குழந்தை எப்படி தன்னுடைய தேவை கிடைக்கலன்னா வீட்டில் எப்படி அழுமோ, அந்த மாதிரி அவர் ஷூட்டிங் ஸ்பாட்டில் நைட்டு 3:50 3:45 இருக்கும். பயங்கரமாக அழுதுட்டார். நாங்கள் எல்லாருமே சொல்லி நீங்கள் ஒன்றும் கவலைப்படாதீங்க, போய் இந்த ஷார்ட்டை எடுங்க, நல்லா வரும், நீங்கள் இந்த ஒரி பண்ணாதீங்க. ஏன்னா செட் பண்ணுற 1 hour ஆகும். 5 o'clock 5:20 சன்லைட் வந்துடும். அவ்வளோதான் டைமு. ஸோ செட் பண்ணிவிட்டு எடுக்கிறாங்க. எடுத்து போகும்போது கரெக்டாக அந்த சிங்கிள் ஷாட்டில் எல்லாமே வந்து அப்போது அந்த ஷாட்டு போகிறதுக்கு முன்னாடி நாங்கள் எல்லாருமே நான் கூட ஒரு மரத்து பக்கம் போய் ரெண்டு மேலே வானத்தை பார்த்து அம்மா இந்த ஷாட் எப்படியாவது நல்லபடியாக எடுத்து கொடுத்துருமா அப்படின்னு சொல்லி எல்லாருமே பதட்டமாயிட்டோம். அப்புறம் லாஸ்ட் 5 o'clock எல்லாம் செட் ஆச்சு. 5 o'clock ஷாட் ஸ்டார்ட் ஆச்சு. 5:16 அந்த ஷாட் முடிஞ்சது. டைரக்டர் எதிர்பார்த்த மாதிரி எல்லாமே வந்தது. அது வந்து ஐ ஃபெல்ட் காடே வந்து அந்த ஷாட்டை எடுத்து கொடுத்த மாதிரி தான் நான் ரியலாக ஃபீல் ஆனேன். ஸோ அவ்வளோ எதுக்கு இதை சொல்லுவாங்க, ஒரு இன்சிடென்ட் போதும் அந்த படத்தை எவ்வளோ நேர்த்தியாக அந்த இயக்குனர் எடுத்திருப்பார், எவ்வளோ லைவ்லியாக அந்த படத்தை எடுத்திருப்பார் அப்படின்னு சொல்லிட்டு. இது ஒரு ஹீரோ இன்ட்ரொடக்ஷன் அப்படின்னு பார்த்தீங்கன்னா ஒரு ஜீப்பை திறந்து ப்ரொப்பலர் போட்டு அடித்து காலில் புழுதி பறந்து அப்படியெல்லாம் ஷாட்ஸ் இருக்காது. ஆனால் அதுக்கும் மேலான ஒரு இம்பேக்ட் அது கிரியேட் பண்ணும். ஹெவி வயலன்ஸ் டயலாக் இருக்காது. ஆனால் அதையும் தாண்டி உள்ள ஒரு ட்ரம்பிள்னு சொல்லுவாங்க இல்லையா, நிலத்தில் கொடுக்கக்கூடிய ஒரு ட்ரம்பிள் ஒன்று ஃபீல் ஆகும்னு சொல்லுவாங்கல்ல, அது மாதிரி ஒரு ஃபீல் ஆகிற மாதிரி ஒரு டிஃப்ரெண்ட்டாக அவருடைய ஸ்டைலில் ஒரு மாஸ் ஃபில்மை, ஒரு எமோஷ்னல் ஃபில்மை ஸ்ட்ரக்சர் பண்ணி கொண்டு வந்து கொடுத்துருக்குறாரு. அதுக்கு நாங்கள்லாம் ஆக்டர்ஸாக சப்போர்ட் பண்ணி நாங்கள் கரெக்டாக பண்ணியிருக்கிறோம். இதான் உங்க இவரோட டெடிக்கேஷன், இவரோட இதெல்லாம் பார்த்தீங்கன்னா வேற லெவல். அந்த இதை சொன்னீங்க, அந்த சிங்கிள் ஷாட்டுக்கு ஒரு ஸ்டெடிகாம் ஆப்ரேட்டர் ஒருத்தர், அவருக்கு பேக் போனே போயிடுச்சு. சொன்னால் நம்ப மாட்டீங்க சார், நான் லாஸ்ட் டேக் போகிறதுக்கு முன்னாடி அந்த ஸ்டெடிகாம் ஆப்ரேட்டர் படுக்க வச்சு ஹீ கிவன் ஃபிசியோதெரபி டு ஹிம். ரியலி பீயிங் எ பிக் ஸ்டார். அவரை முதுகில் உட்காந்து ப்ரெஷர் பாயிண்ட்ஸ் வச்சு அட்ஜஸ்ட் பண்ணி பண்ணார். அவ்வளோ லவ் அண்ட் கேரோட, அவ்வளோ ஒரு இதோட எல்லாருமே, சுராஜ் சார் ஆகட்டும், கேமராமேன் ஆகட்டும், துஷாராவாகட்டும், அந்த தெலுங்கு ஆக்டர் நம்ம பிருத்திவி சார் ஆகட்டும், அவற்றெல்லாம் டைரக்டர் வேலை வாங்கியிருக்கிறது வந்து வேறு டிஃப்ரெண்ட்டாக ஒர்க் வாங்கியிருக்காரு. ஸோ ஒரு காலம் கடந்து நிற்கக்கூடிய ஒரு அருமையான ஒரு படமாக இது இருக்கும். ஹிஸ்ட்ரியில் வந்து இந்த படம் வந்து பேசப்படும்.
ஈரதீர சூரா அப்படின்னு ஒரு படம் வந்து அருண்குமார் என்ற ஒரு சிறந்த திறம்பட்ட ஒரு இயக்குனர் ஒரு அழகான ஒரு படத்தை கொடுத்துருக்காரு அப்படின்னு சொல்லி முடியாது. அது பேசுவாங்க நான் நம்புறேன், எதிர்பார்க்கிறேன். ரொம்ப சந்தோஷம். மார்ச் 27 ரிலீஸ் ஆகுது. படத்தை மிகப்பெரிய வெற்றி கொடுங்க. താങ്ക് യു സർ. സാധാരണ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ട്വിറ്ററിൽ ഒന്ന് തരംഗമാകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല. അദ്ദേഹം ഒരു ദിവസവും 2 ദിവസവും ഒക്കെ തരംഗമായിരുന്നു. നമ്മുടെ സ്വന്തം സുരാജ് ഏട്ടൻ. എല്ലാവർക്കും നമസ്കാരം. സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് പറയുകയാണ്. അതിൽ എല്ലാം ഉണ്ട് ഈ പടത്തിലുള്ള സംഭവം. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീരാധീരാശൂരൻ എന്ന ഈ സിനിമയോടുണ്ട്. കാരണം അത്രയും വലിയ ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽക്കമിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും. അനന്ത്കുമാർ സർ, വിക്രം സർ, എസ് ജെ സൂര്യ സർ, തുഷാര മാം, എല്ലാവരും, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ HR ഫിലിംസ് റിയ ഷിബു, അവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, ഇനി ചോദിച്ചാൽ മതി. தமிழ் இன்டர்வியூல பயங்கரமாக பேசி அதெல்லாம் ஃபுல் வைரல் ஆகி உங்களுக்கே வந்திருக்கும்னு நினைக்கிற நியூஸு. இப்போ தமிழ்நாட்டில் சுராஜ் சார்னா பயங்கர ஃபேமஸ். படம் வர்றதுக்கு முன்னாடியே இவருடைய இங்கேயும் வந்துச்சு, தமிழ்நாட்டில் போய் அவர் கலெக்டர். ஓ ஈஸ் அது என்ன சொல்லுது, அந்த இன்டர்வியூவில் ஷோமேன் ஆகிட்டார் கம்ப்ளீட்டாக. நாங்களாம் அமைதியாகி இவர் பேசட்டும். இப்போ கேரளாவில் நான் வரும்போது பார்த்தேன், கேரளா வந்தால் இவர் என்ன பேச போகிறான்னு நான் பார்க்கணுன்னு பார்த்தா எதுவுமே பேசாமல் உட்காந்துருக்கேன். பேசுங்க நல்லா. അല്ല, അതിൻ്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ, ഒരു 16 മിനിറ്റിൻ്റെ കഥ. ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ല. എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോട്ടും ഒരു കുത്ത് ഡയലോഗ്. ഞാൻ ചോദിച്ചു, സിനിമ ഫുള്ള് ഉണ്ടല്ലോ, എന്നിപ്പോൾ ഞാൻ സാർ ഇത് എൻ്റെ ഫുള്ള സിനിമയാണോ? ഇല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അത് എനിക്ക് മാത്രമേ അറിയൂ ആ കഷ്ടപ്പാട്. എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും, സാറായാലും. അതിന് ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ്. എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ബിഗ് ഫാനാണ്. സോറി, ഞാൻ ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പറയുന്നത് സാർ. താങ്ക് യു. അല്ല, 10th ലിസ്റ്റൊക്കെ വരാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, മലയാളികളുടെ ഒരു സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ ഒരാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാത്തിനും താങ്ക്സ് ഗോഡ്. சொன்ன மாதிரி இன்னொரு விஷயம் நான் சொல்ல மறந்துட்டேன். இவர் ஒரு நாள் இவரோட நான் ஃப்ளைட்டில் வந்துட்டு இருக்கேன். ஐ திங்க் அது தமிழ்லேயும் அந்த இன்டர்வியூவில் சொன்னேன், தெலுங்குலேயும் சொன்னேன். அது சொல்ல மறந்துட்டேன். சாரோட ஃப்ளைட்டில் வந்தேன். பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ணுற ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது. அப்போ நான் சார்கிட்ட சொன்னேன், சார் படங்களே எல்லாம் பார்த்துருக்கோம் இல்லையா. அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக அப்போது வந்துருந்தது. ஸோ நான் லாஸ்ட்டை பார்க்கும்போது, சார் எப்படி சார் அந்த படத்தை இப்படி பண்ணீங்க, எப்படின்னு சொல்லி கேட்ட ஃபியூ செகண்ட்ஸில் அவர் அப்படியே மாறினார். ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃபியூ செகண்ட்ஸில் அப்படியே மாறி அந்த கேரக்டராக மாறி டக்குன்னு நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன். இவருடைய எல்லா பர்ஃபார்மன்ஸு சின்ஸ் காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன். காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன். ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பண்ணி காட்டும் போதெல்லாம் வா, அதை விட்னஸ் பண்ணுறதுக்கே இல்லை. வாட் அ கிரேட் ஆக்டர் சார்ன்றத பக்கத்தில் உட்காந்து மேஜிக் படம் பார்த்து எத்தனை பேர் அதை ரசித்ததுக்கெல்லாம் மேலே நான் ரசிக்கக்கூடிய ஒரு விஷயம், ஒரு ஆப்பர்ச்சுனிட்டி எனக்கு கிடைச்சிது. சச் அ கிரேட் ஸ்டார் ஆக்டர். ஆமாம், ஸோ மச். പിന്നെ ഇതിൽ ഓർത്തരാം അല്ലേ,
സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട്, വീര ധീര ശൂരൻ കാണാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം. എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല. സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോയെ ഇൻട്രോഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത്. ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ്, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും. അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്. കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട്. അപ്പോൾ അല്ല, ഇത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഇതിന്റെ രണ്ടാം അല്ലേ സാർ, ഹെൽപ്പ് ചെയ്യ് സാർ. അപ്പോൾ സത്യമായിട്ട് പറയുന്നതാണ്, മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ. ഇല്ല ഇപ്പൊ അതൊരു വെറൈറ്റി ആണ്. ഈ സിത്ത പടം കണ്ടതിന് ശേഷം നമ്മുടെ സുരാജേന്റെ ദിവസമാണ് 27-ാം തീയതി. നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ. അതവർ ചോദിക്കും. അപ്പം അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ അഭിനേത്രി എന്നുള്ള നിലയിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തുഷാര വിജയൻ മാം ഇതിലും നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നു മാം. வந்திருக்க எல்லாருக்கும் வணக்கம். எங்கள் படத்தை சப்போர்ட் பண்ணுறதுக்கு நீங்கள் எல்லாம் இங்கே வந்திருக்கிறது எனக்கு ரொம்ப சந்தோஷமாக இருக்குது. தேங்க்யூ ஸோ மச். சார் சொன்னார் இவங்க 2 பேத்துக்கு நடுவில் அவர் மாட்டிட்டார். என்னையும் பாருங்க, நடுவில் நான் மாட்டிக்கிட்டேன். ஸோ தேங்க்ஸ் டு அருண் சார். எனக்கு சித்தா படம் பார்த்துட்டு ஒரு கிட்டத்தட்ட ஒரு 45 மினிட்ஸ் நான் அப்படியே உட்காந்துட்டேன். ஐ வாஸ் நாட் ஏபிள் டு மூவ். நான் அன்றைக்கி நைட்டே மணி வந்து ஒரு 2 to 45 இருக்கும் AM. நான் வந்து என்னால் கண்ட்ரோலே பண்ண முடியல. ஒரு பெரிய லாங் மெசேஜ் இவருக்கு அனுப்பிச்சி விட்டேன், ஆனால் பார்க்கல. எனக்கு வந்து I wanted to talk to him so bad and I called him off that night and I told him how amazing the film was. பட் அந்த டைம் எனக்கு தெரியல he was writing for this film there. and நான் அவர்கிட்ட இங்கே உட்காந்து அவரோட படத்தில் நான் நடிப்பேன்னு நான் நினச்சி பார்க்கல. and thank you so much for the opportunity sir. and சியான், எனக்கு சாமி படம் ரொம்ப பிடிக்கும். அதில் த்ரிஷா மேம் அண்ட் சாரோட ரொமான்ஸ் வந்து ஐ திங்க் இட்ஸ் மாஸ்டர் பீஸ். நான் அதே மாதிரி ஒரு பர்ஃபார்மன்ஸ் என் லைஃப்பில் பண்ணணும்னு நினச்சேன், ஆனால் அது சாமி கூடயே பண்ணுவேன்னு நான் நினச்சி பார்க்கல. ஸோ இந்த படத்தில் கலைவாணி என் கேரக்டர் பேர். ரொம்ப செல்ஃப்லெஸ்ஸான லவ் அவர்கிட்ட இருக்கும். அவளோட உலகமே வந்து ஹஸ்பண்ட், அவளோட குழந்தைங்க தான். ஸோ உங்கள் எல்லாருக்குமே கண்டிப்பாக ரொம்ப படம் பிடிக்கும் அப்படின்னு நம்புகிறோம். எல்லாருமே ரொம்ப ஹார்ட் ஒர்க் போட்டிருக்கோம். அண்ட் எஸ்டே சார், நானும் செகண்ட் படம் இது, ராயன் ஃபர்ஸ்ட் பண்ணோம், அதுக்கப்புறம் இந்த படம். அண்ட் சுராஜ் சார், அவர் வந்து அவ்வளோ பேசுவாருன்னு எனக்கு அந்த இன்டர்வியூவில் தான் தெரியும். ஏன்னா ஐ டென்ட் கெட் an opportunity to talk to him properly. பட் இல்லை, ஆனால் அன்றைக்கி வந்து he stole the show, அது நான் சொல்லுவேன். அண்ட் மலையாள படங்கள் எனக்கு ரொம்ப பிடிக்கும். ஸோ ஐ எம் ஆல்சோ லுக்கிங் ஃபார்வர்ட் டு டூ சம்திங் ஹியர் வெரி சூன். சுராஜ் சார், ஸோ எல்லாருமே கண்டிப்பாக 27ஆம் தேதி படத்தை போய் தியேட்டரில் பாருங்கள். எல்லாத்தோட எனர்ஜி, க்ரியேட்டிவிட்டி எல்லாமே உங்களுக்கு ரொம்ப பிடிக்கும் அப்படின்னு நம்புகிறேன். எஸ்பெஷலி ஈஸ்வர் சாரோட ஸ்ட்ரைக்கிங் விஷுவல்ஸ். Please support the film on the 27th of March. Thank you so much. താങ്ക് യു മാം. ഇന്ന് ഏറെ വൈകിയാണ് വിക്രം സാറിന്റെയും വീരധീര ശൂരൻ ടീമിന്റെയും ഇന്റർവ്യൂ മാറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള തീരുമാനം പറഞ്ഞത്. വൈകി അറിയിച്ചിട്ടും നിങ്ങളുടെ ആ സ്നേഹം സാറിനോടും സിനിമയോടും നിങ്ങൾ എല്ലാവരും കാണിച്ചു. സോ ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് ചോദിക്കാനുള്ളത് ചോദിക്കാം പ്ലീസ്. ക്വസ്റ്റ്യൻസ്? രാഷ്ട്രീയ എപ്പോഴും വൈഫ് സർവ്വ പറഞ്ഞ അതിന്റെ
എനിക്ക് സംശയം, ഞാൻ ചോദിച്ചു ഏത് പടമാണ് കാണും ഫസ്റ്റ്. ഞാൻ 2 പടവും കാണും പറഞ്ഞു. സോ 27 ഷീ വിൽ സീ ബോത്ത് ഫിലിംസ്. ഞാൻ കാണും, പക്ഷേ അവർ ഏത് പടം ആദ്യം കാണും എന്ന് എനിക്കറിയില്ല. ഒരു സംശയമുണ്ട്. കുറച്ച് സംസാരിക്കും, അവർ വളരെ നന്നായിട്ട് സംസാരിക്കും. അല്ല, ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ മലയാളം, തമിഴ്, തെലുഗു അങ്ങനെയൊന്നും ദിസ് ഇസ് ഇന്ത്യ അങ്ങനെയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ലെറ്റ്സ് എൻജോയ് അല്ലേ. സോ നിങ്ങളെല്ലാവരും തമിഴ് പടം കാണുന്നില്ലേ? ഞങ്ങളെല്ലാവരും ഇപ്പോൾ OTT കാണുന്ന പടങ്ങൾ എല്ലാം ഇപ്പോൾ എനിക്ക് മലയാളം മനസ്സിലാവും. ബട്ട് എല്ലാവരും സബ് ടൈറ്റിൽസോടാണ് കാണുന്നത്. നോബഡി സീസ് ഡബ് ഫിലിംസ്. സോ നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യ അങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. സോ ലെറ്റ്സ് എൻജോയ്, ലെറ്റ്സ് ജസ്റ്റ് ഡു. ആൻഡ് ഇവിടെ ചെയ്താൽ ഇപ്പോൾ എംബറാൻ ഓൾസോ ബി റിലീസ് ഇൻ തമിഴ്. അവിടെയും എല്ലാവരും കാണും, ഇവിടെയും ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ അത് ഇറ്റ്സ് എ വെരി ഇപ്പോൾ സുരാജ് ഈ പടത്തിലുണ്ട്, നോട്ട് ബിക്കോസ് സുരാജ് ഉണ്ടാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഒരു അങ്ങനെയില്ല. ഈസ് എ ഗുഡ് പെർഫോമർ. സോ അവരെ നമുക്ക് തമിഴിൽ ചെയ്യുമ്പോൾ ഇത് പിന്നെ അത്രയേ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് സോ. പക്ഷേ അത് പറഞ്ഞ ശേഷം ഏതാത് ഒരു മലയാള പടം, നല്ല പടം, നല്ല സ്ക്രിപ്റ്റ് എന്നാൽ ഞാൻ ഡെഫിനറ്റായിട്ട് ഞാൻ ചെയ്യാം. സി അതെ കാന്താര അതും അങ്ങനെ പോയിട്ടുണ്ട്. എനിത്തിങ് എൽസ്? സാധാരണ സിനിമ ചെയ്യുമ്പോൾ പാർട്ട് 1 കഴിഞ്ഞാൽ പാർട്ട് 2 വരുന്നത്. ഇതിപ്പോൾ പാർട്ട് 2 ആണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പാർട്ട് 2 ചെയ്തത്? പാർട്ട് 1 ആൾറെഡി എന്തെങ്കിലും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റിലീസ് ആയി കഴിഞ്ഞിട്ട് ഈ പാർട്ട് 1 இல்லை பார்ட் 2 அப்படின்னு ஏன் வச்சோம்னா, இந்த படம் வந்து அந்த ஃபர்ஸ்ட் ஆக்ட்னு சொல்லுவாங்கல்ல, இவங்கெல்லாம் யார், இவங்க என்ன வேலை பார்க்குறாங்க, இவங்களுக்குள்ள என்ன பிரச்சனை, அப்படி இருக்க பிரச்சனையிலேருந்து படம் ஸ்டார்ட் ஆகிடும். ஸோ இல்லை சார், நான் வந்து கான்ஃப்ளிக்ட் ஸோ ஸோ அதனால இதுக்கு முந்தைய கதை நிறைய இருக்கு. ஐ மீன் இந்த படத்துக்கு ப்ரீக்வல் ஐடியா இருந்தது எழுதும் போது. ஸோ அதனால பார்ட் 2 அப்படின்னு இந்த படத்தை ரிலீஸ் பண்ணுறோம். பார்ட் 1க்கான ஐடியா இருக்குது, அது ஷூட்டில் என்ன பண்ணல. அதுதான் அதுதான். ஸோ இப்போ இவங்கெல்லாம் யார், இவங்களுக்கான லவ் என்ன இருக்குது, இந்த மாதிரி மொத்த விஷயங்களும் அதுக்கான ஐடியா இருக்குது. ஸோ ஐ திங்க் பார்ட் 1க்கான ஐடியா இருக்குது. அதை ஐ திங்க் வி வில் எக்ஸிக்யூட் இட் வெரி சூன். We will execute it soon. Yes. You're looking smart, by the way. Glasses, shirt is, കുറച്ച് മേക്കപ്പ്. നൈസ്. നന്നായിട്ടുണ്ട്. ആരെടുത്ത് ചോദിക്കും? ചാലഞ്ച് ഇല്ലേ? അത് ആക്ച്വലായിട്ട് അത് മോർ ദൻ നമ്മളെല്ലാവർക്കും പെർഫോം ചെയ്യുമ്പോൾ വി ഓൾവേസ് ലുക്ക് ഫോർ സീൻസ് ലൈക്ക് ദാറ്റ്. ഇന്നും കുറച്ച് പ്ലീസ്, ഇന്നും കൂടി ഏതായാലും കാണും. സോ അങ്ങനെ ഈ പടത്തിൽ മുഴുവൻ അങ്ങനെയാണ്. ഒவ்வொரு സീനും ഞാൻ അത് തന്നെ പറഞ്ഞു. ഞാൻ ആക്ച്വലായിട്ട് സത്യമായിട്ട് പറയട്ടെ, തങ്ങളാടിന് ശേഷം തങ്ങളാടിനെ ഞാൻ എത്തിപ്പോയി. ലൈക്ക് എവ്രിതിങ് അത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ അതിനുശേഷം നെക്സ്റ്റ് മൂവി ഒരു നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു വില്ലേജ് കമേഴ്ഷ്യൽ സിനിമ അങ്ങനെ പറഞ്ഞിട്ട് ഇയാളായിട്ട് പറഞ്ഞു. ഞാൻ നല്ല മെല്ലെ നമ്മൾ ഫ്യൂ സോങ്സ്, റൊമാൻസ്, തുഷാർ വെരി ഗുഡ് റൊമാൻസ്, പിന്നെ ആ ഫൈറ്റ് സീക്വൻസ്, ലൈറ്റ് ഫൈറ്റ്, അതെല്ലാം പറഞ്ഞിട്ട് കോസ്റ്റ്യൂംസ് നൈസ് കളിപ്പോൾ ലൈക്ക് യുവർ ഷർട്ട്, ലൈക്ക് മൈ ഷർട്ട്, എല്ലാം കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഏതാണ്ട് ഒരു സോങ് ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ അതെല്ലാം ഞാൻ വിചാരിച്ചു. ഇയാൾ വന്നിട്ട് ആദ്യം ഒരേ ഒരു ലുങ്കി, ആ സോങ്ങിലാവില്ല, സോറി, അതിന് പിന്നെ ഒരു ലുങ്കി, അതും അഴുക്ക് ലുങ്കി, അഴുക്കുമുണ്ട്, ഒരു ഷർട്ട്,
ആ ഷർട്ട് രണ്ടും അത് ഷർട്ടേ ഇല്ലെങ്കിൽ ഷർട്ടേ ഇല്ല ഇവർക്ക് ഒരു സാരി അത്രേ ഉള്ളൂ സോ അതിനുശേഷം ശരി ഓക്കെ നോ പ്രോബ്ലം ബട്ട് സോങ് കട്ട് only montage then കുറച്ച് ലവ് എല്ലാം അതെല്ലാം ഉണ്ട് ബട്ട് അങ്ങനെയില്ല ഫസ്റ്റ് സീൻ മുതൽ ഇപ്പോൾ തങ്ങളാണ് എനിക്ക് ഫിസിക്കലായിട്ട് കുറേ കഷ്ടമുണ്ടായിരുന്നു ഇതിൽ മെന്റൽ ഓൾ ഓഫ് us ഐ തിങ്ക് എല്ലാ സീനും ഒരു സർവൈവൽക്ക് വേണ്ടി നടക്കുന്ന ഒരു വിഷയമാണ് സോ ഒவ்வொரு സീനും നമ്മൾ വെല്ല അങ്ങനെ ചുമ്മാ വിചാരിച്ചു ലൈക്ക് ലൈറ്റായിട്ട് അഭിനയം അങ്ങനെയില്ല എവറി സീൻ വിൽ റിക്വയർ പെർഫോമൻസ് ആൻഡ് സാർ കുറേ കഥകൾ പറയും അവരെ പറ്റി ലൈക്ക് ഒരു ടേക്ക് ഹി വോണ്ട് ബി ഹാപ്പി വിത്ത് അത് വളരെ മൈന്യൂട്ടായിട്ട് സട്ടിലായിട്ട് ചെയ്യണം അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരു മലയാളപ്പെടുത്തുന്ന ഒരു ഫീൽ ഉണ്ടാവും ലൈക്ക് അത് വളരെ സോഫ്റ്റ് വളരെ സട്ടിലായിട്ടാണ് എല്ലാം സോ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് സൺഡേ അതെല്ലാം എടുക്കും അത്ര അടി എനിക്ക് അവിടെ ഇതെല്ലാം മസ്കാർസ് ഇല്ല അത് കാണുമ്പോൾ എനിക്ക് അറിയാമല്ലോ ഇറ്റ്സ് വെരി റോ അങ്ങനെ ഉണ്ടാവും ഒരു ക്രീഡം ഇല്ലെങ്കിൽ ഒരു സ്ഫടികം അതുപോലെ ലൈക്ക് ഒരു വളരെ റോ ആയിട്ട് സോ വി ഓൾ എൻജോയ്ഡ് ഇറ്റ് ബട്ട് വേദനയോടെ എൻജോയ് ചെയ്യും Sir, my name is Shiva. I am a direct fan of you, sir. Hi Shiva, thank you. Sir, it is എൻ്റെ സാറിന് ഞാൻ കാണുന്ന 5ാമത്തെ പ്രസ് മീറ്റ് ആണ് ഇത്. എനിക്ക് ഇതിൽ സാറിനോട് ചോദിക്കാനുള്ളത് സാറ് എപ്പോഴും എഫർട്ട് എടുക്കുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി അത് കൂടുന്നതല്ലാതെ ഇന്നുവരെ കുറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു രഹസ്യം എന്താണ് എന്തിനാ എഫർട്ട് എടുക്കുന്നതിൻ്റെ ഒരു രഹസ്യം സാറിൻ്റെ ഉള്ളിൽ അത് മനസ്സിലായി എനിക്ക് അത് പറഞ്ഞില്ല എനിക്ക് ചാലഞ്ച് ഇല്ലെങ്കിൽ ആയിട്ട് പോകുള്ളൂ അപ്പോൾ ഇതിൽ കൂടെ ആക്ച്വലായിട്ട് ചിലപ്പം ലൈക്ക് ഫൈറ്റ് സീക്വൻസും മറ്റു വിഷയങ്ങൾ വി കുഡ് ഹാവ് ഡൺ ഇറ്റ് ഈസിയർ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഈ അവൻ എന്നെ ചെറിയ അടിച്ചിട്ടില്ല എന്നെ കുറിച്ച് ഒരു 2 അടി എനിക്ക് കിട്ടിയാൽ ഇറ്റ് ബി ബെറ്റർ അല്ലേ ബിക്കോസ് അപ്പോൾ തന്നെ ഇത് സീൻ വിൽ ലുക്ക് അല്ല ഇറ്റ് വാസ് സോ நீங்கள் கேட்டிங்கல்ல அது ரெண்டுத்துக்குமே காமனாக என்னென்னா கஷ்டம் இருந்தது ஏன்னா இது ஃபுல்லாக நைட் ஒரு 6 o'clock ஸ்டார்ட் பண்ணோன்னா காலையில் 6 o'clock வரைக்கும் ஷூட் போகும் ஸோ அந்த 100 நாள் எனக்கு தெரிஞ்சு இங்கே எல்லாருக்குமே வெளி உலகத்தில் என்ன நடந்ததுன்னே தெரியாது ஏன்னா காலையில் போய் தூங்கி திருப்பி லஞ்ச்லாம் சாப்பிடாம டின்னர் சாப்பிட்டு அப்படி தான் எல்லாருமே வந்துட்டு இருந்தாங்க என்னென்னா இப்போ இது எவ்வளோ கஷ்டம்னு கேட்டிங்கல்ல ஆனால் இவங்க இங்கே இருக்கிற எல்லாருமே பத்தலை இன்னும் சேலஞ்ச் பண்ணுங்க அப்படி கேட்குற ஆட்கள் இவங்களுக்கு என்ன போட்டாலுமே பத்தாது எவ்வளோ கொடுத்தாலும் பத்தாது என்ன பண்ணாலும் பத்தாது விக்ரம் சார் எல்லாம் ஏதாவது சீன் போய் சொல்லும் போது இன்னும் நிறைய பண்ணலாம்ப்பா இன்னும் பயங்கரமாக அதான் சொன்ன மாதிரி ஆக்ஷன் சீக்வன்ஸ்லாம் இன்னும் அடிக்க சொல்லுங்கள் இன்னும் கீழே போட்டு இழுக்க சொல்லுங்கள் தரையில் படுத்து உருள்றது அந்த மாதிரி எனக்கு அதெல்லாம் நான் கேட்பேன் சார் யூ கம்ஃபர்டபுள் நீங்கள் ஓகே சார் பண்ணி ஓகேப்பா ரெடினா சொல்லுங்கள் அப்படின்னு இப்போ சூர்யா சார் ஒரு நாள் சொன்னார் சார் நான் வந்து 100 மூடை தூக்குறேன் சார் நீங்கள் எனக்கு 10 மூடை கொடுத்தா பார்த்தா சார் 110 மூடை 200 மூடை கொடுங்க சார் அப்போ தான் எனக்கு ஸோ அது பாருங்க எது கொடுத்தாலும் பத்தலை ஸோ திஸ் இஸ் ஹவு இட் இஸ் அவங்க சேலஞ்சஸ்லாம் ஐ திங்க் அவங்க அதுக்கு சுத்தமாக கொஞ்சம் கூட பயப்படுறாங்க எல்லாமே எது கொடுத்தாலும் பத்தாதுன்னு சொல்லுவாங்க ஃபார் எவ்ரிபடி இப்போ சுரேஷ் சாராக இருக்கட்டும் துஷாராக இருக்கட்டும் என்ன சீன் எவ்வளோ கஷ்டமாக இருந்தாலும் ஓகே போகலாம் அப்படின்றோம் அதில் யோசிக்கிறதுக்கான டைமே எனக்கு இருந்தது சாரி சார் പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് സാർ ഈ പങ്കജ് ഹോട്ടലിന്റെ കേസ് സംസാരിക്കുന്നത് ഇനി അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് സാർ പങ്കജ് ഹോട്ടലിൽ ഞാൻ താമസിച്ചില്ല മമ്മൂക്ക പങ്കജ് ഹോട്ടലിൽ താമസിച്ചു ഞാൻ ഒരു ചെറിയ ലോഡ്ജിൽ താമസിച്ചു അവിടെ താമസിക്കുന്ന ഒരു ആശം സാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതെ പങ്കജ് ഇല്ല ഞാൻ പങ്കജ് ഹോട്ടലിൽ അവിടെ ഉണ്ടാവും അത് അടുത്ത് കുറച്ച് തൊട്ടടുത്ത് ഒരു ലോഡ്ജ് ഉണ്ട് അവിടെ ഞാൻ താമസിച്ചു സോ വാക്കിംഗ് പോകുമ്പോൾ ഞാൻ നടന്നിട്ട് ഒരു ദിവസം ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ പോകും ഇല്ല ഞാൻ ഇന്ന നൈറ്റ് സമയമല്ലോ സുരാജ് സോ ഇന്നലെ നാളെ എനിക്ക് മറ്റന്നാൾ ഹലോ നിങ്ങൾ ഹോട്ടലിൻ്റെ പങ്കജ് ഹോട്ടലാണ് പങ്കജ് ഹോട്ടൽ മാനേജറല്ലേ ഈ നിങ്ങളാണല്ലോ ഇല്ലല്ല അവിടെ താങ്ക് യു സോറി സോറി സാർ கொஞ்சம் കേൾക്കില്ല ഒരു പാറ്റേൺ ലൈറ്റിംഗ് ആണല്ലോ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഗോൾഡൻ ഒരു വെറൈറ്റി പാറ്റേൺ എന്തുകൊണ്ട് അങ്ങനെ ഒരു പാറ്റേൺ ലൈറ്റിലേക്ക് എത്തിയത് இல்லை எனக்கு இந்த லைட்டிங் பற்றி ஃபுல் கிரெடிட்டும் நான் என்னோட டிஓபி ஈஸ்வர் சார் தான் கொடுப்பேன் ஆனால் நான் அவர்கிட்ட கதை சொல்லும் போதே எனக்கு ஒரு வார்ம் டோன் படம் ஃபுல்லாக இருக்கணுன்றது இருந்தது எனக்கு இப்போ தமிழ்நாட்டில் நிறைய இடங்களில் எல்இடி போட்டாங்க ஒயிட் லைட்ஸ் தான் இருக்குது
ஆனால் நான் வந்து ஐ டுக் த லிபர்ட்டி எனக்கு அந்த வார்ம் அந்த ஹை கான்ட்ராஸ்டில் அந்த படம் இருக்கணுன்றது முன்னாடியே இருந்தது. ஏன்னா ஒரு படம் அதோட கதை தான் எல்லாத்தையும் டிமாண்ட் பண்ணுது. நான் பர்பஸாக இதை வந்து இப்படி பண்ணணும்லாம் யோசிக்கல. அந்த சீன் நம்ம எழுதும்போது இப்படி இருக்கணும் அப்படின்னு மைண்டில் வந்திருக்கும் இல்லையா, அதை என்னோட டிஓபி கிட்ட சொன்னேன். அண்ட் ஹீ டிட் த ஃபேண்டாஸ்டிக் ஜாப். ഇല്ല ഇതിൽ ടു ആഡ് ടു ദാറ്റ് ആക്ച്വലി ഡേ ടൈം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാമല്ലോ ഓരോ ക്യാമറമാൻ വളരെ നല്ല ഷോട്ട്സ് കളേഴ്സ് ഒക്കെ കിട്ടും. നൈറ്റിന് വെച്ചാൽ നോർമലി പീപ്പിൾ ഗോ ഡേ ഫോർ നൈറ്റ്, ഇല്ലെങ്കിൽ ഒരു സോഴ്സ് ലൈറ്റ്സ് വെച്ചിട്ട് കുറച്ച് ബൗൺസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഈ അങ്ങനെ കുറച്ച് നൈറ്റ് സീൻസ് കുറച്ച് ഡേ സീൻസ് ആണെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്യാം. ഈ പടം മുഴുവൻ നൈറ്റിലെടുത്തതാണ്. സോ അവരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ ഒவ்வொரு സീനും ഒவ்வொரு ഷോട്ടും ഹാഡ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ. സോ അതിൽ ചിലപ്പം ഇപ്പോൾ ഞങ്ങൾ വി കോൾ ഇറ്റ് 300 rupees ഷോട്ട്. ലാസ്റ്റ് ഒരു പാച്ച് വർക്ക് ചെയ്യുമ്പോൾ 300 രൂപയ്ക്ക് ഒരു ലൈറ്റ് മാത്രം വെച്ച് ഒരു ബൗൺസ് വെച്ച് പിന്നെ അവർക്ക് 2-3 വാട്ടർ ക്യാൻ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. സോ ചെറിയ വിഷയത്തിലും യു ക്യാൻ ഗെറ്റ് ബ്യൂട്ടി. ചിന്ന ലൈറ്റ്സ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഈ ട്രൈഡ്. പക്ഷേ നാച്ചുറൽ ആയിട്ട് എടുക്കണം അല്ലേ? സോറി I'm sorry, he was saying something. പറയൂ. അതെ, യെസ്, mimicry. അതെ, and mimicry also. And both have beautiful hearts. Suraj, ഞാൻ പറഞ്ഞു, I'll see it again. But maybe I should say about money also. Money, ഞങ്ങൾ ജെമിനി ചെയ്യുമ്പോൾ എനിക്ക് ഈ കഥ ഐ വാസ് ലൈക്ക് ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് എക്സൈറ്റിംഗ്, പക്ഷേ ഏതോ മിസ്സിങ്. അപ്പോൾ അവർ വന്നിട്ട് ഒരു ലഞ്ച് ബ്രേക്കിൽ ഒരു രണ്ട് സീനായിരുന്നു എടുത്തിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഒന്ന് കുറച്ച് ഏതായാലും. അപ്പോൾ മണി വന്നിട്ട് അഭിനയിച്ചു ആൻഡ് സംതിങ് ഹിറ്റ്. അപ്പോൾ ലഞ്ച് ബ്രേക്കിൽ പെട്ടെന്ന് അയാൾ മിമിക്രി തുടങ്ങി. പാമ്പാ മാറി, ഒട്ടകമാ മാറി, എല്ലാം ഡിഫറൻറ്റ് ചെയ്യുമ്പോൾ I was like, and the director said, sir, ഇത് യൂസ് பண்ணலாம். ആൻഡ് അങ്ങനെ ആ ക്യാരക്ടർ മാറി, ലൈക്ക് പെറ്റിന് കോഴിയാ മാറും, അങ്ങനെ. സോ ദ മോമെന്റ് ദാറ്റ് ഹാപ്പൻ, അത് കണ്ട ശേഷം ഐ തോട്ട് ഓക്കെ ദിസ് മൂവി വിൽ ഹിറ്റ്. ലൈക്ക് അത്ര സ്ട്രെങ്ത് തന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് അവരോട് എപ്പോഴും വളരെ ജോവിയൽ, വളരെ കെയർലെസ് ആയിട്ട് ബി കാഷ്വൽ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയം. ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. ഐ മീൻ ആസ് എ ഫ്രണ്ട്, what a great loss for the industry and for all of us. Beautiful person. Suraj, of course, I told you already, fantastic, all-rounder. You want to dance today and impress everybody? Actually, Suraj, I don't know, today was a relaxed night, I think. But we had a good time. Actually, good time is not kallam. Shooting la night full light, hi Suraj. Oh, shortly, yeah. Oh, okay, sir. Impone. Athre ullu. So, like, it was like that. Chiri kuda. Ulla scene la irukara. Tamile theriyilla. Appo naan andha tension la irukara. Surajena endengilum Tamil oru dialogue. Oh, ipo parvada. 16-page dialogue. 16 minutes. തമിഴ് ഡയലോഗ് പറഞ്ഞ പ്രശ്നം ഇല്ല. ഒരു കാര്യം അതോട് ബെറ്റർ, ഹി വിൽ ഡു SJ sir ഇത് ചെയ്യും. പിന്നെ നമ്മുടെ DOP പറ്റി നമ്മൾ ലൈറ്റ് എല്ലാം പറ്റി സംസാരിച്ചാൽ അവർ ചെയ്യും. പിന്നെ വേറെ ജസ്റ്റ് ഡു പ്ലീസ് RNDC പ്ലീസ് സുരാജ് ഓഡിയൻസ് റിക്വസ്റ്റ്. അത് തമിഴ് ഡയലോഗ്. ബട്ട് നിങ്ങളുടെ ഡയലോഗ് സാറിൻ്റെ ഇമിറ്റേറ്റ് ചെയ്യാം, ട്രൈ ചെയ്യാം. You're doing it better than SJ. SJ voice is not like SJ. മാനാട് എന്ന ചിത്രത്തില് അതില് മഹേന്ദ്ര സാറ് ഫോണിൽ അവരോട് സംസാരിക്കുന്ന ഒരു സീനാണ്. ഡേയ് അവനെ പോട്ട് അതുക്കപ്പുറം நான் ஒன்ன கழுத்தறுத்துறேன்டா. தலைவரே அவனை எதுவும் பண்ணாத தலைவரே. ഇരവി പടം, അതിൽ വളരെ സറ്റിലായിട്ടുള്ളൊരു പെർഫോമൻസാണ്. സാർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു സിംഗിൾ ഷോട്ട്, അതിപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഫുള്ള് പറയുന്നില്ല, ശകലം ഇതൊക്കെ നിറച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. பொறுத்துக்கிறதுக்கும் சலிச்சுக்கிறதுக்கு நான் என்ன பொம்பளையா? ஆம்பளை மாமா, ஆண் நடி, பெண் ஆண்.
மனப்பெருமைக்கு இது தமிழ்நாட்டில் பண்ணாரு, தெலுங்குலையும் பண்ணாரு. இங்க பண்ணும்போது பெஸ்ட், இஸ் தி பெஸ்ட். அதுக்காக நீங்க அதை பண்ணுங்க, அந்த வாய்ஸ் வரதான் பாருங்க. எத்தனையோ பேர் என்னை மிமிக்ரி பண்ணியிருக்காங்க. சூப்பர் சார், யூ ஆர் கிரேட் சார். சூப்பர் சார். സൂര്യ സാർ സാർ ആൾറെഡി പറഞ്ഞു സാറ് വിക്രം സാറിന്റെ ഫാനാണെന്ന്. വിക്രം സാറിന്റെ ഫാനാണെന്ന് ആൾറെഡി യൂട്യൂബിൽ. സാറിപ്പോ പടം ഡയറക്റ്റ് ചെയ്തിട്ട് കുറച്ചു കാലമായി. എപ്പോഴാണ് അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇനി ഡയറക്റ്റ് ചെയ്യുമ്പോൾ വിക്രം സാറിന് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ. താങ്ക് യു അരുൺ ഇയാളെ ബെസ്റ്റ് ഡയറക്ടർ. ബൈ ഖുഷി പാർട്ട് 2 இல்ல அது கமெண்ட் கலையோட சேம் ഖുഷി പാർട്ട് 3. Thank you sir. அசுராஜ் அல்ல. Thank you. அருண்குமார் வந்து ஒரு வில்லன் கேரக்டர். ஆமா, அருண்குமார் சார் தான் வில்லன். பேபி இல்லை என்னன்னா டைரக்ஷன் ரொம்ப டஃப்பான ஜாபுங்க. அதான் நான் சொன்னேன், இப்போ ஆக்டிங் தான் நம்மளோட பேஷன். ஒரு எஸ் ஜெயசூர்யா ஆக்டர் ஆக்குறதுக்கு தான் இந்த டைரக்டர் எஸ் ஜெயசூர்யாவே ரெடி பண்ணேன். நம்ப மாட்டோம். எப்படின்னு சொல்றேன் கேளுங்க. இப்போ ஒரு நடிக்கிறோம் அப்படின்னா இல்லை, ஒரு நடிகனுக்கு முன்னால டாஸ்க் எல்லாம் என்னன்னா அப்படின்னா அவன் கரெக்டாக சாப்பிடணும், கரெக்டாக தூங்கணும், கரெக்டாக எக்ஸசைஸ் பண்ணணும், மைண்ட் ஜூஸ் குடிக்கணும், உடம்பிடிப்பாங்க, மைண்டை ஹார்ட்டை ஃபிட்டாக வச்சுக்கணும். இவ்வளவும் அவன் பண்ணுற எல்லா ஹார்ட் ஒர்க்கும் அவங்க நல்லா பார்த்துக்கணும். இப்போ டைரக்டருக்குள்ளான டாஸ்க். இப்போ டைரக்டருக்குள்ளான டாஸ்க் பாருங்க. வர ஆக்டர் நல்லபடியாக பார்த்துக்கணும், அவருக்கு டென்ஷன் வராமல் பார்த்துக்கணும், அவங்களுக்கு கரெக்டாக கதை சொல்லணும், பிடிக்கிற மாதிரி கதை சொல்லிடணும். அவங்க என்னென்ன மூட்லேயோ வருவாங்க, அவங்க முதல்ல நம்ம மூடுக்கு எடுத்துகிட்டு வந்து நம்ம சீனை கரெக்டாக நடிக்க வைக்கிற மாதிரி பண்ணணும். சாப்பாடு இருந்தால் பரவாயில்ல, லஞ்சு நான் ஸ்கிப் பண்ணிக்கலாம், தூக்கம் பரவாயில்ல, எடிட்டிங் இன்றைக்கே முடிச்சு அனுப்பணும். இவ்வளோத்தையும் பண்ணி இவ்வளோ கஷ்டப்படணும். அவங்க கஷ்டம் பூரா அடுத்தவங்க நல்லா வச்சுக்கிறதுக்கு, இவன் கஷ்டம் பூரா அவனும் நல்லா வச்சுக்கிறதுக்கு. ஒரு மனுஷன் எவ்வளவுதான், அது இது நெஞ்சம் பரப்பதில்லை, ஒரு மனுஷன் எவ்வளவுதான் யார் கஷ்டப்படுறது, சாக்கடையில் போறது அப்படியே அதுல வந்து சார் டைரக்ஷன் இஸ் அ பிக் ரெஸ்பான்சிபிலிட்டி. அது பார்க்கலாம் எப்படி ஒன்று அமைஞ்சிடும். இன்னைக்கு பிளான் பண்ணோம். இன்னைக்கு I hope God will would have given a great presence of mind like you to me, sir. ഒന്നും ആവാതിരുന്ന ഒരു കാലത്തും ഇപ്പൊ ഈ സ്വന്തം നാട്ടിലെ ഒരു പ്രൊമോഷന് വലിയ ഒരു നാഷണൽ അവാർഡ് നേടിയ രണ്ടുപേര്, അത്രയും വലിയ കുറെ പടങ്ങൾ ചെയ്തിട്ടുള്ള വിക്രം സാറിന്റെ കൂടെ ഇപ്പൊ പ്രൊമോഷൻ ഇരിക്കുമ്പോ ആ സ്വന്തം വളർച്ചയെ എങ്ങനെയാണ്? ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ് അത്. കാരണം ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കും, ഒരു പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആൾക്കാർ ഇരുന്ന് കാണുന്നതാണല്ലോ, അതിൻ്റെ ആൾക്കാർ കാണാനുണ്ടാവുക. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ സിനിമയിൽ വന്നപ്പോൾ നമ്മൾ അത്രയും എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും ഇന്ത്യയിലെ ഒരു മികച്ച നടനുമായിട്ട് അദ്ദേഹമായിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടുന്നത് വലിയൊരു, എന്നൊരു ആക്ടർ എന്ന രീതിയിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വാം വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമാണ്. ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരല്ലേ 8 years back അല്ലേ? 8 years back എന്റെ പേര് ഞാൻ പറഞ്ഞു, വേറെ ഒരു പേര്. Give me 5 minutes of your മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് എത്തിയപ്പോൾ എന്താണ് അവിടുന്ന് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയത്? നമ്മുടെ രണ്ട് പാറ്റേൺ ആണ്, രണ്ട് സിനിമ, മലയാളവും തമിഴ്. അപ്പോൾ അവിടുന്ന് എന്ത് ഉൾക്കൊള്ളാൻ സാധിച്ചു? പ്രത്യേകിച്ച് തമിഴ് ഇൻഡസ്ട്രിക്ക് ഒരു ബിഗ് സ്റ്റാറിന്റെ കൂടെ എത്തിയപ്പോൾ
പറഞ്ഞു കഴിഞ്ഞു ഞാൻ. എന്നാലും ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് തമിഴ് ഇൻഡസ്ട്രി വലിയ, നമ്മളെക്കാളും വലിയ ഇൻഡസ്ട്രിയാണ്. പിന്നെ ഈ ഇമോഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഇമോഷൻ തന്നെയാണ്. പിന്നെ ഡയറക്ടർ അതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിവിടെയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സീൻ എടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ ക്യാമറ ഒന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ആദ്യം ആ സീൻ എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, അത് കറക്റ്റ് ഇരുന്ന് നമ്മൾ പ്ലേ ചെയ്യും. ഫുൾ പ്ലേ ചെയ്ത് അത് മനസ്സിലാക്കി അത് തറവായതിന് ശേഷം മാത്രമാണ്. അപ്പോൾ എന്താണ് സിനിമയിൽ നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹം കണ്ട് അത് കറക്റ്റ് ചെയ്ത്, അതിനിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ഇയാൾ എന്തിനാണ് ഈ ഫ്രെയിമിൽ വരുന്നത് അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു തമിഴിൽ അതൊരു പുതിയ ഒരു അനുഭവമായിരുന്നു. മലയാളത്തിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ തമിഴിലും ഇങ്ങനെയാണോ? പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ തമിഴിൽ അങ്ങനെ എല്ലാവരും ആ രീതിയിലല്ല. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സ്ക്രിപ്റ്റ് ആക്ച്വലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, പക്ഷേ അത് സസ്പെൻസ് ഇല്ല. ഇപ്പോൾ നോട്ട് കൂടെ അല്ല, ജസ്റ്റ് ഒരു ചെറിയ ലൈന് മാത്രം കിട്ടി. നോക്കാം. சித்தா வந்து அந்த சப்ஜெக்ட் எடுக்கும்போது எனக்கு வந்து அந்த படம் மிகப்பெரிய ஒரு சோஷியல் ரெஸ்பான்சிபிலிட்டியோடு அணுக வேண்டிய படங்கிறது நான் ரொம்ப தெளிவாக இருந்தேன். ஏன்னா அந்த படத்தில் எந்த தப்புமே நடந்துடக்கூடாது. இல்லைன்னா அந்த கதையை நம்ம சொல்லாமே விட்டுருவோம். சொல்ல மாட்டால் பிரச்சனை இல்லை, சொல்லும் போது அதை சரியாக சொல்லிடணும் அப்படிங்கிற ஒரு எண்ணம் இருந்தது. ஸோ அந்த படத்துக்கான ரிசர்ச்சும் அந்த படத்துக்கு எடுத்துக்கிட்டதும் வந்து நிறைய பேர்கிட்ட பேசி நான் ஒரு ஆள் எடுத்த முடிவு இல்லை. ஐ மீன் நான் சொல்கிறது அந்த படத்தில் வர சோஷியல் மெசேஜாக இருக்கட்டும், இல்லை பொலிட்டிக்கலான விஷயங்களாக இருக்கட்டும், அது எல்லாம் we took lots of research. இந்த படம் வந்து ஒரு மெயின் ஸ்ட்ரீம் கமர்ஷியல் ஃபிலிம். ஆனால் இந்த படத்துலையும் அன்பை பேசுகிறோம், கோவத்தை பேசுகிறோம், குற்ற உணர்ச்சி கில்ட் பேசுகிறோம், அதீதமான வீரத்தை பேசுகிறோம். ஸோ இப்படி ஒருத்தவங்களை வந்து நம்ம எவ்வளோ தூரம் புஷ் பண்ணால் அந்த கோபம் வந்து அது வெளிப்படும்ல, அந்த மாதிரியான ஒரு விஷயம் இந்த படம் பேசுது. அதுதான் வீரம்னு நான் நம்புறேன். ஸோ அதை பேசுது. இந்த படத்துக்கு என்ன தேவையோ அவ்வளோதான் இந்த படம் பேசும். அதை ஒரு சமூக பொறுப்பு அதோட இந்த படத்தை ப்ரெசென்ட் பண்ண ட்ரை பண்ணியிருக்கோம். ஐ திங்க் we are filmmakers. We should make films with social responsibility. And அதை தாண்டி எல்லா படமும் மெசேஜ் சொல்லணும் அப்படிங்கிறதுல எனக்கு பெரிய உடன்பாடு இல்லை. தப்பான மெசேஜ் சொல்லாமல் இருந்தாலே அது போதும்னு நான் நினைக்கிறேன். நீங்கள் சொன்னீங்களா அந்த வீரம் என்பது, ஒரு ஃபாரின்ல வந்து ஒரு ரீல்ஸ் ஒன்று பார்த்தேன். ஒரு டிராக்டர் வந்து அந்த பிளேடு போட்டுக்கிட்டு வருது. ஒரு தாய் கோழி கீழே வந்து ஒரு 5 குஞ்சு. அந்த டிராக்டர் சவுண்ட் வரும்போது இல்லை, தாய்க்கோழி வந்து அந்த சிறக விரிச்சு அங்கேயே ஒரு கொச்சு பார்த்து எடுத்துக்கிச்சு. நீங்கள் சொல்லும்போது எனக்கு டக்குனு அந்த விஷயம் அப்படியா?